അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താമാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ്. അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്തിട്ടുള്ളത്. അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിൻ്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് നമുക്കറിയുന്നതുപോലെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായി വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ്. അതാണ് കഴിഞ്ഞ സമ്മേളനത്തിലെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നു. കെ കരുണാകരൻ DIC രൂപീകരിച്ച സന്ദർഭത്തിലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം DIC കോൺഗ്രസിലേക്ക് തിരിച്ചുപോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും സഹകരണത്തോടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇത്രയും ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പറഞ്ഞ സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം MLA ആയിട്ട് പോലും സാധിച്ചിട്ടില്ല. വർഗ ഭോജന സംഘടനകളിലോ അതിൻ്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. CPIMൻ്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ നയം ആകെ വിശദീകരിക്കാനൊന്നും ഇതുപോലുള്ള പത്രസമ്മേളനത്തിൽ സാധിക്കുന്നതെല്ലാം തിരഞ്ഞെടുപ്പുമായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നത്.
പാർട്ടിക്ക് പാർലമെൻ്ററി പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പാർലമെൻ്ററി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങളും സമരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാട് ജനങ്ങൾക്കാകമാനം നീതി നേടുന്നതിനും പാവപ്പെട്ടവർക്ക് സവിശേഷമായ പ്രാധാന്യം നൽകി അവരുടെ ജീവിതപ്രയാസങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിനും കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള മോഡൽ അതുകൂടി കണ്ടുകൊണ്ടുള്ള ജനകീയ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന രീതികളാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവലംബിക്കുന്ന സമീപനം. വികസനത്തെ സംബന്ധിച്ചുള്ള പാർട്ടി കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തി അതുകൂടി വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജനകീയ ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇതാണ് പാർട്ടി നിലപാട്. മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗത്തെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണ് അമർത്യാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള മോഡൽ. ആ കേരള മോഡലിനെ ശക്തിപ്പെടുത്തലാണ് പാർട്ടി എല്ലാ സന്ദർഭത്തിലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴും ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളെയും ആവലാതികളെയും പരിശോധിക്കുക എന്നത് പാർട്ടി പ്രവർത്തനത്തിന് തന്നെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രവർത്തന ശൈലി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ജനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ ഭാഗമായി അവരുടെ തന്നെ നേതാവായി പ്രവർത്തിക്കുന്ന സമീപനമാണ് പാർട്ടി ആകെ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം. സംസ്ഥാന സർക്കാരിൻ്റെ സമീപനവും ജനങ്ങൾ നൽകുന്ന പരാതികൾ പരിശോധിച്ച് പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അൻവറിൻ്റെ പരാതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ. CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായ അൻവർ ഭരണതലത്തിലുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്നോട് പത്രസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെയാണോ പാർട്ടിയുടെ മുന്നിൽ ഒരു പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അല്ല, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ഉന്നയിക്കുക, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെൻറ്റിലാണ് ഉന്നയിക്കുക, രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെൻറ്റിനും പാർട്ടിയിലുമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടി അംഗം കൂടിയല്ലാത്ത അൻവറിൻ്റെ സംഘടനാപരമായ പരിമിതിയാണ് കാണിക്കുന്നത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പരസ്യമായിട്ട് ഉന്നയിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് പരാതി നൽകുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള പരാതിയുടെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി ഞങ്ങൾക്കും തരികയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിനും കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGPയാണ്. DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. അതോടൊപ്പം പോലീസിൻ്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ പോരായ്മ വന്നിട്ടുണ്ട്
അവിടെ SP ആയിരുന്ന ഇപ്പോഴത്തെ അന്നത്തെ പരിസ്ഥിതിയിൽ പത്തനംതിട്ട SP കൂടിയായ സുജിത് ദാസ് IPS, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ DGP അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സുജിത് ദാസ് IPSനെ സസ്പെൻഡ് ചെയ്യുന്ന നില സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിലെ പോലീസ് രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുകയുണ്ടായി. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നതിനാൽ സർക്കാരിൻ്റെ പരിശോധനക്ക് നൽകിയ ശേഷം ആവശ്യമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നിലപാട് സെക്രട്ടേറിയറ്റ് സ്വീകരിക്കാം എന്നാണ് കണ്ടത്. അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് അൻവറിൻ്റെ പരാതിയിൽ P. ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ടുന്ന കാര്യം അൻവർ കത്തുമായിട്ട് ബന്ധപ്പെട്ടില്ല താനും. അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. അതും പാർട്ടി പരിശോധിച്ച് ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്ക് എപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോൾ അടുത്ത 3-ാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി 3-ാം തീയതി കാണുന്നതിന് വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത്. ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറി. ഞാൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും പരാതി നൽകി കഴിഞ്ഞു, ഇനി അവരുടെ തീരുമാനമനുസരിച്ച് ഞാൻ മറ്റൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും പത്രസമ്മേളനവും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ കാണാനാവുള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി സഹാബ് പിണറായി ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായും പൊതുയോഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടും ഈ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചു. വന്ന പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, നിരവധി പ്രാവശ്യം വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിരവധി പ്രാവശ്യം പാടില്ല എന്ന നിർദ്ദേശം നൽകി പുതിയ ആരോപണങ്ങളുമായി UDFകാരും BJPക്കാരും വാർത്താ മാധ്യമ ശൃംഖലയും എന്താണോ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇക്കാലം അത്രയും അതിനെല്ലാം എതിരായിട്ട് ശക്തിയായി നിന്ന അൻവർ അതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, ഭാഷയിൽ, ശൈലിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണിത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും
ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഞാനുമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള സഖാക്കളും പാർട്ടി നേതാക്കളും, അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല മലപ്പുറമാണല്ലോ, അവിടെയുള്ള പാർട്ടി നേതൃത്വവും നിരന്തരമായി ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഇതെല്ലാം ഞാൻ വിശദീകരിച്ചത് അൻവറിൻ്റെ പരാതികൾ പരിശോധിക്കാതിരിക്കുകയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം അതായത് ഇതെല്ലാം വിശദീകരിച്ച് അൻവറിൻ്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട്. അൻവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്ന നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല, ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത്. യാതൊരു തരത്തിലുള്ള പരിഗണന കുറവോ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കാതിരിക്കുന്ന സമീപനമോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല, സർക്കാരും സ്വീകരിച്ചിട്ടില്ല. ആ അന്വേഷണങ്ങൾ മുറക്ക് തന്നെ നടന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റുകാരനെയും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ച് പൊറുപ്പിക്കില്ല, അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാർട്ടി അംഗം പോലുമല്ലാതെ അൻവറിന് നൽകാവുന്ന എല്ലാ പരിഗണനയും ഉന്നയിച്ച പരാതിയിൽ പരിശോധിക്കുക എന്ന ഉറപ്പും 3 PB അംഗങ്ങൾ നൽകിയിട്ടും അത് വിശ്വാസത്തിലെടുക്കാതെ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിപക്ഷങ്ങൾ പോലും അധിക്ഷേപിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള സമീപനമാണ് അൻവറിൻ്റെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഇവിടെ നടന്ന പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ കണ്ടതുപോലെ കോലീബി സഖ്യം അരങ്ങേറിയത് എല്ലാവരും കണ്ടിട്ടുള്ള വസ്തുതയാണ്. കേരളത്തിലെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നതും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ BJP സർക്കാരിനോട് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തി കേരളത്തിലുടനീളം പ്രചരണം സംഘടിപ്പിച്ചത്. രാജ്യത്താകമാനം പ്രതിപക്ഷത്തിനെതിരെയുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിലാകെ കക്ഷികളെല്ലാം, കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പൊതുവിൽ നടത്തിയത്. എന്നാൽ കേരള സർക്കാരിനെതിരെയുള്ള ഈ നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതും വസ്തുതയാണ്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട വിഭവങ്ങൾ ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ
BJP ഗവൺമെൻറ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി സാമ്പത്തിക തലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതിന് BJP സ്വാഭാവികമായിട്ടും തയ്യാറില്ല, പക്ഷേ UDFും തയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനുള്ള കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നത് LDFിനെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് BJPയോടൊപ്പം കൈകോർക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നതിൻ്റെ തെളിവാണ്. ഗവർണറെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ തകർക്കുന്ന നയം BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സെനറ്റിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കളെ നോമിനേറ്റ് ചെയ്യുന്നത്. സർവകലാശാലകളിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കുന്നതും കോൺഗ്രസിൻ്റെയും BJPയുടെയും ആളുകളെയാണ്, ഒരു തരത്തിലുള്ള മെറിറ്റും നോക്കാതെ. RSSൻ്റെ ശാഖകൾക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്കറിയുന്നത് പോലെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കോൺഗ്രസിനോ അവരുമായി ചേരുന്നതിന് BJPക്കോ യാതൊരു മാനസിക പ്രയാസവുമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. CPIMൻ്റെ 218 സഖാക്കളെ രക്തസാക്ഷികളാകേണ്ടി വന്ന രക്തസാക്ഷികൾ യഥാർത്ഥത്തിൽ RSSൻ്റെ BJPയുടെ കടന്നാക്രമത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ BJPയുമായി ചേർന്ന് CPIM പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കെജ്രിവാളിനെ ജാമ്യം അനുവദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രതികളുടെ മൊഴി അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ കേസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പോരായ്മയെ സംബന്ധിച്ചായിരുന്നു. സ്വർണം വെട്ടിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത ആഭ്യന്തര വകുപ്പിൻ്റെ നടപടിക്കെതിരായി അൻവാർ സംസാരിച്ചത് ഇത്തരത്തിലുള്ള പ്രതികളെ മുൻനിർത്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങളിൽ അവരെ കൊണ്ടുവന്നിട്ട് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉപജാപക സംഘത്തിൻ്റെ കൈകളിൽ പെട്ടു എന്ന്, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും അൻവർ ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിക്ക് അനുകൂലമാണ് ഞാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഇതിന് ശേഷവും ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പരസ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ വളരെ വേഗം മാറുകയാണ്. എന്നിട്ട് ഉപജാപക സംഘത്തിൻ്റെ കയ്യിൽ പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാവി സംബന്ധിച്ച് പ്രവചിച്ച വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മലയാള മനോരമയുടെ മാപ്പിള. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുകയായിരിക്കും ഇതിനേക്കാൾ ഭേദം എന്നാണ്. എന്നിട്ട് എത്രയോ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. AK ആന്റണി പറഞ്ഞത് അന്ന് 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നായിരുന്നു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഒരുപാട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണയുള്ള കാഴ്ച ഒരു ടേം UDF, ഒരു ടേം LDF, വീണ്ടും LDF, UDF അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 92 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 99 സീറ്റ് നേടിക്കൊണ്ടാണ് ജനങ്ങളുടെ വിധിയെഴുത്ത് ഉണ്ടായത്. അന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ 5-8ഓളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ശൃംഖലയാളാകെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് അസംബ്ലിയിൽ എന്ന കാഴ്ചപ്പാടോടുകൂടി
അടുത്ത മുഖ്യമന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ജനങ്ങൾ ഈ പ്രചരണ കോലാഹലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 99 സീറ്റ് നൽകി പിണറായി വിജയൻ സർക്കാരിനെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി ഭരണം ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ആ ഗവൺമെൻറ്റിനെതിരായി ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ചത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഇനി കേരളത്തിൽ അനുവദിക്കില്ല എന്നതാണ്. UDFൻ്റെ പ്രഖ്യാപിത നയം അതായിരുന്നു. അവർ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. രണ്ടാം പിണറായി ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന ഏതെങ്കിലും സാഹചര്യം വന്നാൽ പിന്നെ മൂന്നാമത്തെ ടേമിനെ സംബന്ധിച്ചല്ലാണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന പരസ്യമായ നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും വയനാട് സംഭവം, ദുരന്തം, ചൂരൽമലയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ, അതെല്ലാം വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് മറക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി ചേർത്തുകൊണ്ട് എല്ലാം നെഗറ്റീവാക്കാനുള്ള ശ്രമമാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലകളിൽ മഹാഭൂരിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയനാടിൻ്റെ പ്രശ്നത്തിൽ അവർക്ക് ആനുകൂല്യം നൽകാതിരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പിന്നെ ഇവിടെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നത്. ആ മുഹമ്മദ് റിയാസിനെതിരായും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായും പിണറായി കുടുംബമാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ട് എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമല്ല. പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലായോ എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത്? EMS മുതൽ. ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെൻറ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ. ആ EMSനെതിരായിട്ട് പറയാൻ അന്നൊന്നും ഒരു ഉപലഭ്യവും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരായിട്ട് ഇതേപോലെ തന്നെയുള്ള പ്രചരണമാണ് നടത്തിയത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും 57 ഗവൺമെൻറ് കഴിഞ്ഞ് പിന്നീടാണല്ലോ 67 ഗവൺമെൻറ് വരുന്നത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും സഖാവ് EMSനെതിരായിട്ട് എത്ര കടുത്ത അക്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത്. അന്നും അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് CH കണാരനായിരുന്നു. CH കണാരനെ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തെല്ലാം അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സഖാവ് നായനാർ വന്നു. നായനാർ വന്നപ്പോൾ നായനാർക്കെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, അന്ന് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു, പിണറായിക്കെതിരായിട്ട്, VS വന്നപ്പോൾ VSനെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, ഇങ്ങനെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബൂർഷ്വാ പാർട്ടികളും അതുപോലെ തന്നെ പ്രസ് മാത്രമല്ല ഇപ്പോഴും മാധ്യമങ്ങളാകെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. AKGക്കെതിരായിട്ട് AKGയെ പറ്റി പറഞ്ഞത് AKG രോഗമായി കിടക്കുമ്പോൾ എന്തേ ഗോപാല കാലം വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകാതെ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം. AKGയെക്കാളും വലിയ ജനകീയ നേതാവ് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ. ആ AKGയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കോടിയേരി ജീവിച്ചിരിക്കുമ്പോഴും കോടിയേരിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളും അതിശക്തിയായിട്ടുള്ള കടന്നാക്രമവുമാണ് കേരളത്തിൽ നടത്തിയത്. ഇപ്പോഴ് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിലാണ് എന്നാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സെൻറ്ററിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരായി ഇങ്ങനെയുള്ള ആരോപണം വരാതിരുന്നാലാണ് അത്ഭുതപ്പെടേണ്ടത്. EMS പറയുന്നത് പോലെ മനോരമ തുടങ്ങിയിട്ടുള്ള മനോരമാദി മാധ്യമങ്ങൾ എനിക്കെതിരായിട്ട് എതിരായിട്ട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ
അപ്പോഴും ഞാൻ ആലോചിക്കണം എന്തോ ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു പെശക് സംഭവിച്ചിട്ടില്ല. ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വമാകെ കൂട്ടായിട്ട്, ഒറ്റക്കൊറ്റക്കൊന്നുമല്ല പാർട്ടി നയിക്കുന്നത്, കൂട്ടായിട്ട് തന്നെയാണ്. ഇതിനിടെ പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട്. ആ നോവല് പുതിയ രീതിയിൽ എഴുതപ്പെട്ട മഹാഭാരതത്തിൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു നോവലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. നല്ല വായനക്കാരുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അത് ആത്രേയം എന്ന് പറയുന്ന പുസ്തകമാണ്. ആത്രേയം അത് എഴുതിയിട്ടുള്ളത് വളരെ പ്രശസ്തമായ ഒരു നോവൽ. ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള കല്യാണിയും ദാക്ഷായണിയും എന്നു പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ 25ാമത്തെ എഡിഷനാണ് ഇപ്പോൾ. നല്ല വായനക്കാരുണ്ട് നടത്തും. അതിലൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു ചില്ലി കമ്പാണെങ്കിൽ ചവിട്ടി അരക്കാം. മഹാഭാരതത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒരു കെട്ട് കമ്പ്, ചില്ലി കമ്പ് ചവിട്ടി അരക്കാനാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത ഏതാണ്? ഒരാളല്ല, നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളല്ല, അതെല്ലാം കൂടിച്ചേർന്ന ഒരു പാർട്ടി നേതൃത്വവും പാർട്ടിയുമാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചേർന്നതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഒരു ദിവസം ഇങ്ങോട്ട് രൂപപ്പെട്ടു വന്നതല്ല, വലിയ ത്യാഗപൂർണ്ണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് പാർട്ടിയും പ്രസ്ഥാനവുമെല്ലാം. അതിനെ തകർക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആര് എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെയൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളുടെ സ്വാധീനം ഒരു ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേടിയെടുത്തതല്ല. വർഗസമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ജനങ്ങൾക്കൊപ്പം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഗവൺമെൻറ്റുകളെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ച് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു ബദൽ സംവിധാനമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ഗവൺമെൻറ്റിനെയും അതിൻ്റെ ഭാഗമായിട്ട് നേതൃത്വപരമായ പങ്ക് വഹിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അൻവറെ പോലെ പലരും മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ശ്രമിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഫോൺ ചോർച്ചത് ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അൻവർ ഉന്നയിച്ച അവ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത്, ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറത്ത് സതുദ്ദേശത്തോടു കൂടിയല്ല, മറിച്ച് വലതുപക്ഷ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തി കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പൊതുവായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സ്ഥിതി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീർഘമായ സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ആ നേതൃത്വത്തിനെതിരെ പാർട്ടി അനുഭവ പരിചയം പോലുമില്ലാതെ അൻവർ രംഗത്തിറങ്ങി പാർട്ടിയുടെ മൊത്തം പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെട്ട്, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ അവകാശവാദം, ഞാനാണ് ഇനി ജനങ്ങൾക്കെല്ലാം വേണ്ടി പറയാൻ പോകുന്നത് എന്ന രീതിയിലാണ് അൻവറിൻ്റെ നിലപാടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗഭോജന പ്രസ്ഥാനങ്ങളുമായോ ജനങ്ങളുമായോ പാർട്ടിതല ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും പറയുന്നതിൽ പ്രയാസം ഉണ്ടാവുന്നില്ല. ഞാൻ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം LDF നിന്ന് പൂർണ്ണമായിട്ടും മാറി. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനിനി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മധ്യത്തിലിരിക്കാൻ പോവുകയാണ്. LDFൻ്റെ ഒപ്പവുമില്ല, UDFൻ്റെ ഒപ്പവുമില്ല. അങ്ങനെയാണ് എല്ലാവരും പറയുക. LDFൻ്റെ ഭാഗമായിട്ട് നിൽക്കാത്തവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പുറവും ഇപ്പുറവും ഇല്ല എന്നാണ്. പക്ഷേ അവസാനം എവിടെയാണ് എത്തുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അതുകൊണ്ട് അൻവർ ഇപ്പോഴും എടുത്ത സമീപനങ്ങളൊന്നും പാർട്ടി സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടോ അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമകരമായ ജോലി നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതായിരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ വന്ന ഒരുപാട് ചോദ്യം.
പരമാവധി അൻവറിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും പക്ഷത്തിലേക്ക്, ഈ പക്ഷം ഏതാണെന്നൊന്നും പറയാൻ ഞാനിപ്പോൾ പറയുന്നില്ല, ഏതെങ്കിലും പക്ഷത്തിലേക്ക് തള്ളി മാറ്റുക എന്നുള്ളൊരു നിലപാട് ഞങ്ങളുടെ നിലപാടല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ച് അദ്ദേഹം ഞാൻ LDF വിടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ പാർട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം തന്നെ വിച്ഛേദിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം കൃത്യതയോടുകൂടി പറയാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട സാജൻ സ്കറിയയുടെ നവമാധ്യമത്തിലൂടെ വലിയ കടന്നാക്രമണമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് മലയാളികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ട്, ഞാനിത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. മറുനാടൻ മലയാളിയായ അദ്ദേഹത്തെ പൂട്ടിക്കണം എന്നാണ് അൻവർ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തിൽ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ആരുടെ പ്രചരണ പ്രവർത്തനങ്ങളാണോ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് അൻവർ പറഞ്ഞത്, അതേ മറുനാടൻ മലയാളി ചാനലിൻ്റെ ആരോപണങ്ങളാണ് ADGPയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് വിരോധാഭാസമാണെങ്കിലും സംഭവിച്ചത് അതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം. വർഗീയ ശക്തികൾ പാർട്ടിക്കെതിരായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുന്നു എന്ന സമീപനമായിരുന്നു BJP ഉടനീളം കേരളത്തിൽ അഴിച്ചുവിട്ടത്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം CPIM ന്യൂനപക്ഷ പ്രീണന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്. ഞങ്ങളൊരു കാര്യം അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്തെവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത്. എന്നാൽ അത് ന്യൂനപക്ഷ പ്രീണനം എന്ന് അവതരിപ്പിക്കുന്നത് വർഗീയമാണ്. ഇതേപോലെ തന്നെ വേറൊരു ഭാഗം കേരളത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹിന്ദുത്വവുമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർഗീയ ശക്തികളുമായി ഒരു രാജ്യം, ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമാവണമെന്നും മറുഭാഗത്ത് ഹിന്ദു രാജ്യമാവണമെന്നും, ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനാണ് അവർ മുൻതൂക്കുന്നത്. ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത്, മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേറൊരു ഭാഗത്ത്. ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും CPIM-ഉം ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ്. രണ്ടും ശുദ്ധ അസംബന്ധങ്ങളാണ്. ഒന്ന്, ഹിന്ദു വർഗീയവാദി ഉയർത്തുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നത് അസംബന്ധം. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗവുമായി ചേരുന്നു എന്ന് പറയുന്ന വേറൊരു അസംബന്ധം. ഈ രണ്ട് അസംബന്ധവും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. രണ്ടും ഇപ്പോഴത്തെ അവസാന പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അൻവറിൻ്റെ ഭാഗമായിട്ട് പോകും. അതിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞതാണ്, ഹിന്ദുത്വ ശക്തികളുമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണെന്ന കാര്യത്തിൽ, രണ്ടും എതിർക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അൻവറിൻ്റെ പരാതിയിൽ ശരിയായ നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്നത് തെറ്റുതിരുത്തി കൂടെ നിർത്താനുള്ള സമീപനത്തിന്, പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാനോ തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് പോകാനോ തയ്യാറാവാതെ താൻ സ്വയം ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത്. അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടെ അൻവറിൻ്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന്
അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ചൂണ്ടിക്കാണിക്കാൻ. മാനങ്ങൾ ഓരോരാളായിട്ട് പറഞ്ഞു, ഓരോരാളായിട്ട് പറഞ്ഞു. എല്ലാം പറയുന്നതിന് കേൾക്കും. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പി ശശിക്ക് ക്ലീൻ ഷീറ്റ് നൽകി. അതേസമയം അൻവറിന്റെ കാര്യത്തിൽ ആകട്ടെ അക്കാര്യം പാർട്ടി പരിശോധിക്കുന്നതിന് മുമ്പാണ്. അല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ലേ, പാർട്ടി പരിശോധിക്കേണ്ടതേ ഉള്ളൂ. അൻവർ എഴുതി കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഗവൺമെൻറ് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് എടുത്തത്. ആ ഗവൺമെൻറ് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ്. അന്വേഷിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. DGP തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. 1 മാസത്തെ കാലാവധി പരിശോധിക്കട്ടെ, അന്വേഷിക്കാം. പിന്നീട് എഴുതുന്നത് ഒരു പ്രശ്നം ശശിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പാർട്ടി പരിശോധന എന്ന് പറയുന്നത് ഗവൺമെൻറ് പരിശോധന പോലെ പരസ്യപ്പെടുത്തുന്ന പരിശോധനയല്ലല്ലോ. ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിന്റെ ഭാഗമാണ്. അല്ല, അത് DGPയുടെ അത് ഉൾപ്പെടെയുള്ള അല്ല, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണല്ലോ പറഞ്ഞത്. അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. അതെ, അതെ, അതും കൂടി വരും. മാത്രമല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈംഗിക ആരോപണം പറഞ്ഞില്ല. ഒരു ലൈംഗിക ആരോപണവും ഞങ്ങളുടെ മുമ്പിലില്ല. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞിരിക്കുന്നു വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അൻവറിനെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും? അൻവറിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ പാർട്ടി മെമ്പർ പോലും അല്ലാതെ അൻവറിനെതിരായിട്ട് പാർട്ടി നിലപാടാ സ്വീകരിക്കുക? സഹകരിപ്പിക്കുന്നതിനടക്കമുള്ള നടപടിയാണ് ഞാൻ വിസ്തരിച്ച് ആദ്യം മുതൽ അവസാനം വരെയുള്ളത് വിസ്തരിച്ചത്. ഇന്നലത്തതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും പങ്കെടുക്കില്ല, ഞാൻ LDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം നിലപാട് പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. രാവിലെ അദ്ദേഹം നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് മുൻ നിലപാട് തിരുത്തി LDFൽ തുടരുകയാണ്, പുറത്താക്കുന്നത് വരെ തുടരും എന്ന ഒരു പുതിയ പ്രതികരണമുണ്ട്. അങ്ങനെയെങ്കിൽ പുറത്താക്കിയതായി ഒരു കത്ത് കിട്ടുന്നതുവരെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൻവർ ഇപ്പോൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതൊന്നും മനോനില എന്താണ് എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പാർട്ടിക്ക് അൻവറെ പുറന്തള്ളണം എന്ന ഒരു അഭിപ്രായവും അന്നുമില്ല, ഇന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ല. അല്ലല്ല, ഇപ്പം നിലപാട് സ്വീകരിച്ചല്ലോ. ഇനി എന്ത് എന്നുള്ളത് അൻവറാണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ പല വിഷയങ്ങളിലും അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെയൊക്കെ നിയമസഭയിൽ CPM ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വലിയ തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് UDFിലേക്ക് എടുക്കുന്നതിന് സുധാകരൻ പറഞ്ഞ തടസ്സം അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പരിഹരിച്ചു. ശ്രദ്ധിച്ചില്ലേ ഇന്നലെ? എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? അല്ല, ഞങ്ങളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അംഗീകരിക്കുകയും ഓരോന്നോരോന്നായിട്ട് എതിർക്കുകയും ചെയ്യേണ്ടതല്ലോ. പൊതുവായിട്ടല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. രാജീവ് ഗാന്ധിയുടെ, അതായത് രാഹുലിൻ്റെ പിതാവിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, കരുണാകരനും നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു വണ്ടിയായിട്ട്. എന്നിട്ട് രാജീവ് ഗാന്ധി എൻ്റെ ബാപ്പയുടെ കാറിലാണ് പോയത് എന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചത് മാത്രമാണ്. എനിക്ക് ആ കുടുംബവുമായിട്ട്, നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് സുധാകരൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള തടസ്സം നീക്കുന്ന നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളത് പറഞ്ഞു. താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്ന്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ഒരു ബന്ധമില്ല. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പയറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതിന് തെളിവല്ലേ? ഒറ്റ കാര്യം, ജലീൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു. മലപ്പുറം ജില്ലയിൽ CPM വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധപ്പെട്ടവരല്ല. ഞങ്ങൾ ജനങ്ങളുടെ
ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലിപ്പോൾ CPIM-ൻ്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. അൻവറും പാർട്ടി മെമ്പറല്ല. പാർട്ടി മെമ്പറല്ലാതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ മാർക്സിസം ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ജലീൽ മാത്രമല്ല, നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഓരോരാൾ പറഞ്ഞാലേ ആര് ആ ഭാഗം മതിയാക്കി. നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന നിലക്ക് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലക്കാണ് പിണറായി വിജയൻ കേരളത്തെ അറിവ്. അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ശക്തമായ ഒരു പ്രതികരണം, അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും, അല്ലെ അദ്ദേഹത്തെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നെന്തുകൊണ്ടാണ് പറയുന്നത്? അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധമില്ല. ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം. അതിൽ കേൾക്ക് അത് പുറത്താക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ അതിനിപ്പോൾ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. പാർലമെന്റ് പാർട്ടി യോഗം ചേരുകയില്ലേ. അതിലിപ്പോ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസാണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി, നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തിയിൽ പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കുളത്തി വിരിക്കേണ്ട കാര്യം ആരും ഓരോരുത്തർ പറഞ്ഞാലും ശരിയാവും. ഇവിടെ പറയുന്നുണ്ട് പിണറായി വിജയൻ സർക്കാർ എന്ന് വിശേഷിപ്പിച്ചത് LDF സർക്കാരിനെ. അതൊന്ന്. എപ്പോഴും പോലും പിണറായി വിജയൻ അത് വേണമെങ്കിൽ തിരിച്ച് LDF സർക്കാർ നയിക്കും. അതായത് പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും എപ്പോഴും ആരോപണങ്ങൾ വരുമ്പോൾ ഇത് പാർട്ടി തടുക്കാൻ ഇറങ്ങുക, പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതാണോ കേരളത്തിലെ പാർട്ടി, അദ്ദേഹമാണോ കേരളത്തിലെ അവസാനമാണ്? പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല. പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞത് അസംബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ? പഴയ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ആളുകൾക്കും എതിരായിട്ട് കേസെങ്കിലും ഉണ്ട്. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിണറായിക്കെതിരായിട്ട് ഒരു കേസും നിലവിലില്ല. ആ കേസില്ലാതെ പിണറായി എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം അന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചതാണ്. അതിലൊന്നും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ പ്രചാരവേലയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. ആരെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇപ്പം ഗൂഢാലോചനയുടെ കാര്യമില്ല, ആലോചന തന്നെ ശരിയായില്ലേ? അദ്ദേഹം പൂർണ്ണമായിട്ട് LDF നിന്ന് മാറിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ. ഇനി അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വരും, മനസ്സിലാവും. ഇതിന്റെ അല്ല, അന്വേഷിക്കുന്ന ആരോപണങ്ങൾ കടമ്പില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. ഇനി അന്വേഷണം പൂർത്തിയാകട്ടെ, ഒരു മാസം ഉണ്ടല്ലോ ആ അന്വേഷണത്തിന് പൂർത്തിയാക്കാൻ. പിണറായി വിജയൻ അല്ല പാർട്ടി എന്നാണ്. പക്ഷേ നേരത്തെ P ശശിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് P ശശി മാതൃകാപരമായിട്ടാണ് പെരുമാറുന്നത് എന്നതാണ്, പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ താങ്കളിപ്പോ പറയുന്നു P ശശിക്കെതിരെയുള്ള പരാതിയും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോ അതെങ്ങനെയാണ് പാർട്ടി അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി.
ആ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ മുമ്പിൽ പാർട്ടിയുടെ അത് ഗവൺമെൻറ് തലത്തിൽ ഞങ്ങളുടെ തലത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ട് അന്വേഷിക്കും, അത്രയേ ഉള്ളൂ. ഇതിലെ രാഷ്ട്രീയമായി വളരെ കൃത്യമായ മറുപടി മാഷ് നൽകി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച മൂർത്തമായ പ്രശ്നം ADGP അജിത് കുമാർ എന്ന ഒരു വ്യക്തി കേന്ദ്രീകരിച്ചാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നുള്ള ഞങ്ങൾക്ക് ADGPയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവുമില്ല, പാർട്ടിക്ക് ഒട്ടുമില്ല, ഗവൺമെൻറ്റിനുമില്ല. ADGPയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിന് വിധേയമാകുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയമില്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെൻറ് സ്വീകരിക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അങ്ങനെ സ്വീകരിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. ആരെ പൂരം എപ്പോഴാണ്? പൂരം എത്ര മുമ്പുള്ളതാ? ഇപ്പോഴാണ് മറ്റോ ഈ ആരോപണം വന്നതിന് ശേഷമാണോ പൂരം അന്വേഷിച്ചത്? പക്ഷേ അജിത് കുമാർ അധിക നാൾ പദവിയിൽ ഉണ്ടാവില്ലെന്നാണ് അല്പം മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതന്നെ, രണ്ടഭിപ്രായമാണ്. എന്താ പാർട്ടി രണ്ട് പാർട്ടിയല്ലേ? CPIക്ക് CPIയുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കുന്നവർ പിന്നെ ആ ഒരു സംവിധാനത്തിനകത്ത് ഉണ്ടാകില്ല എന്നൊരു സന്ദേശം നൽകുന്നതല്ലേ ഇപ്പോൾ ഈ നടപടി? കാരണം അല്ല അത് നിങ്ങൾക്ക് എന്തോ ഒരു വാലുണ്ട് ആ ചോദ്യത്തിനൊരു വാലുണ്ട്. ആ വാലിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിൻ്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFൻ്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFൻ്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആര് അത് അതിന് അൻവറൊന്നും വേണ്ട. CPM-നോട് ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല. അൻവർ പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയേണ്ടത് ചോദിച്ചാൽ അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല. നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞതെന്നാ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും എതിരായ വിമർശനം ഉണ്ടാകുന്നു. അതിന് നിങ്ങൾക്ക് അത്ഭുതം? ഞാൻ പറഞ്ഞില്ല, എന്നെപ്പറ്റി വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട്. അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. പോരെ? വിമർശനം ഉണ്ടാകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPIM. അത്രയും മതിയല്ലോ. മറുപടി നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. ഇനി മുഖത്ത് നോക്കാണ്ട് മുഖത്ത് നോക്കിയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടില്ല. ഈ വിവാദങ്ങളെല്ലാം പിണറായി വിജയന്റെ മൂന്നാം ഊഴം തടയുന്നതിനുള്ള ശ്രമമാണ് തോന്നുന്നത്. പിണറായി വിജയന്റെ മൂന്നാം ഊഴാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നേരത്തെ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ
അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നുള്ളതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബൂർഷ്വാ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ 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 പറ, കുറേ ഒന്നും പറഞ്ഞില്ല ഇതുവരെ. മൂന്നാമത്തെ അക്യൂസേഷൻ ആ CMOയ്ക്കെതിരെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഉണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസ് ഉണ്ട്, ഇത് മൂന്നാമത്തെ. പക്ഷെ നിങ്ങൾ CMO ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ? CMOയിലെ മെമ്പേഴ്സിന്റെ അതിന്റെ മറുപടി എന്താ അറിയോ? ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട കേസാണ്. കേന്ദ്ര ഗവൺമെന്റിന് കേസെടുക്കാൻ ഒരു തെളിവുമില്ല, കേസുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസും പിണറായി വിജയന് മേലില്ല. സ്വർണ്ണക്കടത്ത് എന്നുള്ള ആരോപണം തുടർച്ചയായി ആദ്യം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വരുന്നു, അത് ശരിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വരുന്നത് അതിനുത്തരം കാണാം. പി ശശിക്കെതിരെ അന്വേഷണം നടന്നു വരുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു. മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ട് നമ്മൾ പരിശോധിക്കാം, എല്ലാം പരിശോധിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗമായ ADGP RSS നേതാക്കളെ കണ്ട നടപടി ശരിയാണ്? RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ. എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ, ഒരു പൂർണ്ണ സത്യാകുന്നതല്ലേ. അതിപ്പോ റിപ്പോർട്ട് വരട്ടെ, നമുക്കിപ്പോ നോക്കാം. നിങ്ങൾ ധൃതിപ്പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, കുറേ ചോദ്യം ചോദിച്ചു. പിണറായി വിജയന് അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലപാടിനോട് പാർട്ടി വിയോജിക്കുന്നതായിട്ടാണ് മാഷം വ്യക്തമാക്കിയത്. അതിന് സംശയം എന്താ? അല്ലാന്ന് ഉറപ്പല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി? മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കും. ഇല്ല, പ്രവർത്തിക്കുന്നില്ല. ഒരാളും പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണെന്ന് പറഞ്ഞത് മാഷാണ്. അൻവർ പറയുന്നത് സൂര്യൻ കെട്ടുപോയെന്നും. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ പറഞ്ഞത് ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, ഇപ്പൊ സിദ്ധാരാമയ്യക്കെതിരെ നീങ്ങുന്നു. പക്ഷെ പിണറായി വിജയനെതിരെ മാത്രം നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല. അതല്ലേ ഞാൻ മലയാളത്തിലല്ലേ നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഏതെങ്കിലായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാമാന്യ മര്യാദ ഒരു ചോദ്യം ചോദിച്ചു. എന്താ വേണ്ടേ? ഒരാളെ അറസ്റ്റ് ചെയ്യണം, എന്താ വേണ്ടത്? എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ. അത്രയൊന്നും നിങ്ങൾക്ക് അറിയാത്ത ആളല്ലോ നിങ്ങൾ. FIR എഴുതണം. പിണറായി വിജയനെതിരായിട്ട് ഒരൊറ്റ FIR ഇല്ല. പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യുക? അപ്പോൾ കള്ളപ്രചരണമാണ്. പ്രചരണം നടത്തുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഹുലും എന്ത് കേസാ രാഹുലും കേസ്? ഞാനത് പറയാണ്ട് വിടാൻ വേണ്ടി രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പം നിലവിലില്ല. ഇല്ല. എന്താ കേസാ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, പറയാം. നിങ്ങൾ ഡൽഹിയിലല്ലേ? ഏത് കേസാ? ഏതാ കേസ്? പറ. എന്ത് കേസ്? എന്ത് അപ്പീല്? ഇത് വായിക്കും മനസ്സിലാകാതെ നിങ്ങൾ. അതായത് ഉള്ളിയിൽ തോല് പിടിച്ച് പൊളിയാ. ഉള്ളിയില്ലേ അതിങ്ങനെ പൊളിച്ച് അവസാനം നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ ഉള്ളിയിലെ ഇത് തന്നെയായിരിക്കും. ഇത് ഞാൻ പറയാം. കേക്ക് ഞാൻ പറയാം. എന്താ FIR ഇല്ല അതിന്? അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നു. അതായത് കേസെടുത്തു, തെറ്റായ രീതിയിലാണ് കേസ് വന്നത്. എല്ലാവരും യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ്, വസ്തുതാപരമായിട്ട് തെറ്റുവാണ്. പക്ഷേ CBI കേസെടുത്തു, രാഷ്ട്രീയമാണ്. ആ കേസ് അന്വേഷിച്ച് എല്ലാ കാര്യവും കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി. ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറയട്ടെ. അത്രയും ഒരു എവിഡൻസും കൃത്യമായിട്ടില്ല. ആ കേസ് തള്ളി. ആ തള്ളിയതിൻ്റെ മേലെ അത് തള്ളിപ്പോയത് ശരിയല്ല, ഇത് കേസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് CBI ഇവിടെ വരുന്നത്. എന്നിട്ട് കേക്ക്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ.
ഒരുപാട് കൊല്ലമായി നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ? എന്നിട്ട് ഇതേവരെ ആ കേസ് എടുത്തില്ല. എടുക്കാതെ എന്തുകൊണ്ടാ? ഇല്ലാതിച്ച് എന്തെങ്കിലും വേണ്ടേ പുതിയ എന്തെങ്കിലും വേണ്ടേ? എന്നാലേ എടുക്കാനില്ല, അതുകൊണ്ട് എടുത്തില്ല. ശരി, അപ്പോൾ മതിയാ, എനിക്ക് പാർട്ടി PBO ഉണ്ട്. ശരി, എല്ലാവർക്കും നന്ദി. തെറ്റായിക്കോട്ടെ. മാറ്റി മാത്രമൊന്നുമല്ല